ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഇന്ന് ശ്രീലളിതാ സഹസ്രനാമത്തിൻ്റെ 2ാമത്തെ ശ്ലോകമാണ് നമ്മൾ ജപിക്കേണ്ടത്. ഓം ഉദ്യദ്ഭാനുസഹസ്രാഭാ ചതുർബാഹുസമന്വിത രാഗസ്വരൂപപാഷാഢ്യ ക്രോധാകാരാങ്കുശോജ്വല. ഈ നാമങ്ങളുടെ അർത്ഥവും ആശയവും ചിന്തിക്കാം, സ്മരിക്കാം ദേവിയെ. ഉദ്യദ്ഭാനുസഹസ്രാഭ, നാമം 6. ആയിരക്കണക്കിന് സൂര്യന്മാർ ഒന്നിച്ച് ഉദിക്കുമ്പോൾ ഉള്ള ശോഭയോടുകൂടിയവൾ. ഉദ്യത് ഭാനു സഹസ്രാഭ, ആയിരക്കണക്കിന് സൂര്യന്മാർ ഒന്നിച്ച് ഉദിച്ചു വരുമ്പോൾ എങ്ങനെയാണ് ആ ശോഭയും പ്രകാശവും? അത്രയ്ക്ക് ശോഭയാർന്ന് കാന്തി ജ്വലിക്കുന്ന ദേവീ രൂപം. അത് അത്രയേറെ ആനന്ദദായകമാണ്. ഉപാസകർക്ക് മനുഷ്യരൂപത്തിലുള്ള ദേവീരൂപം നൽകിയിരിക്കുകയാണ്. സ്ഥൂലരൂപം മനസ്സിൽ നിലനിർത്താം. അത് അരുണോദയ സൂര്യനാണ്. അരുണം വർണ്ണം ചുമപ്പ് നിറമാണ്. ഉദയസൂര്യൻ, അരുണോദയ സൂര്യൻ നല്ല ചുവപ്പ് നിറമാർന്ന് ജ്വലിച്ചുകൊണ്ട് ഉയർന്നു വരുന്ന സൂര്യൻ, ബാലസൂര്യൻ. പരാശക്തി പ്രകാശസ്വരൂപിണിയാണ്. ധ്യാനം തന്നെ അമ്മയുടെ ആ ചുവന്ന വർണ്ണത്തിലുള്ള ആ കളേബരം മനസ്സിൽ നിറച്ചുകൊണ്ട് ആ കാരുണ്യത്തെ നമുക്ക് അനുഭവിക്കാൻ ശ്രമിക്കാം. ഇവിടെ ദേവിയെ ഉദ്യദ്ഭാനു, ഉദിച്ചുയരുന്ന സൂര്യനായിട്ട് പറയുന്നു. ജ്ഞാനോദയമാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഭക്തനിൽ, ഉപാസകനിൽ ജ്ഞാനോദയം ലഭിക്കുന്നു. അത് സ്ഥൂലരൂപത്തിൽ വർണ്ണിച്ചിരിക്കുകയാണ് ഉദ്യദ്ഭാനു സഹസ്രാഭ എന്ന്. മന്ത്രോപാസനയിൽ സൂക്ഷ്മരൂപം ദേവി തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഒരു തികഞ്ഞ സാധകന് സ്ഥൂലരൂപത്തിൻ്റെ ആവശ്യകത ഇല്ല എങ്കിലും ആനന്ദിക്കാൻ തുടക്കത്തിൽ സ്ഥൂലരൂപ ധ്യാനം അത്യാവശ്യമാണ്. ഒരു തികഞ്ഞ സാധകൻ വാസനാക്ഷയം വരുമ്പോൾ തീർച്ചയായിട്ടും സൂക്ഷ്മരൂപത്തെ ധ്യാനിക്കും. സൂക്ഷ്മരൂപ ധ്യാനത്തിന് ആ വ്യക്തി അർഹനാവുന്നു, അല്ലെങ്കിൽ അത്രയ്ക്ക് ഒരു കഴിവ്, ഒരു ഭാഗ്യം ആ സാധകന് ലഭ്യമാകുന്നു. ഇനിയും നിരന്തര പരിശ്രമം കൊണ്ടും സമർപ്പണം കൊണ്ടും ഒരു ഭക്തൻ, ഒരു സാധകൻ ഉയരാൻ പരിശ്രമിച്ചുകൊണ്ട് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഉയർന്നുയർന്നു പോകുന്നു എന്ന് പറയുമ്പോൾ ആ കാരണരൂപം, അമ്മയ്ക്ക് രൂപമില്ല, പക്ഷേ സ്ഥൂലരൂപത്തിൽ നമ്മുടെ മുൻപിൽ അമ്മ വർത്തിക്കുന്നുണ്ട്, നമ്മൾക്ക് ആനന്ദം നൽകിക്കൊണ്ട്. അതിനുമപ്പുറം സൂക്ഷ്മരൂപമുണ്ട്. എന്നാൽ അതിനും ഉപരിയായി ഒരു കാരണരൂപമുണ്ട്. അതാണ് ബ്രഹ്മം, അതാണ് ചൈതന്യം. ആ ബ്രഹ്മഭാവത്തിൽ അമ്മയെ ധ്യാനിക്കാനും അനുഭവിക്കുവാനും സാധിക്കുന്നു ഒരു ഉത്തമ തികഞ്ഞ സാധകന്. അങ്ങനെ സ്ഥൂലരൂപത്തിൽ അമ്മയെ വർണ്ണിച്ചിരിക്കുന്നു. എങ്ങനെയാണ്? 1000 സൂര്യന്മാർ ഉദിച്ചുയരുമ്പോൾ കാണുന്ന ആ ശോഭയാണ്
അമ്മയുടെ കളയബരത്തിന്. അങ്ങനെയുള്ള അമ്മയ്ക്ക് നമസ്കാരം. ഓം ഉദ്യദ്ഭാനു സഹസ്രാഭായൈ നമ. അടുത്ത നാമം 7, ചതുർബാഹു സമന്വിത. സമ്യക്കായ വിധത്തിൽ 4 തൃക്കൈകളോട് കൂടിയവൾ. സമ്യക്ക് എന്ന് പറഞ്ഞാൽ വേണ്ട വിധത്തിൽ, എങ്ങനെയാണോ അങ്ങനെ. അപ്പോൾ സമ്യക്കായ വിധത്തിൽ 4 തൃക്കൈകളോടുകൂടി വിരാജിക്കുന്നു അമ്മ. ചതുർബാഹു സമന്വിത. സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ ശരീരങ്ങൾ എല്ലാവർക്കുമുണ്ട്. പക്ഷേ ദേവി ഇതിനെല്ലാം അതീതയാണ്. ജീവശരീരങ്ങൾ നശിക്കും, എന്നാൽ ദേവി നിത്യയാണ്. ജനന മരണ വ്യയങ്ങൾ ഇല്ലാത്തതാണ് ദേവി. ദേവി ഏതു രൂപവും എടുക്കും. അങ്ങനെ വിരാജിക്കുന്ന ദേവിക്ക് നമസ്കാരം. അമ്മ ഉണ്ടായതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ജീവശരീരങ്ങൾ ഉണ്ടാകുന്നു, വളരുന്നു, ക്ഷയിക്കുന്നു, നശിക്കുന്നു. പക്ഷേ ദേവി ഉണ്ടായതല്ല. അതാണ് ഗ്രഹിക്കേണ്ടത്. പിന്നെ അമ്മ ഉള്ളതാണ് അല്ലെങ്കിൽ ഉണ്മയാണ് എന്ന് അറിയുക. ദേവി നിത്യയാണ് എങ്കിലും ഭക്തന് വേണ്ടി സന്ദർഭോചിതമായ രൂപങ്ങളും ഭാവങ്ങളും സ്വീകരിക്കുന്നു അമ്മ. സമ്യക്കായ അംഗങ്ങളോടെ സ്വയം പ്രകടമാകുന്നു അമ്മ. ദേവിയുടെ കൈകളിൽ ആയുധങ്ങൾ ധരിച്ചിട്ടുണ്ട്. രക്ഷയ്ക്കും ശിക്ഷയ്ക്കും ആവശ്യമായ ആയുധങ്ങളാൽ സമ്പന്നയായി ദേവി വിരാജിക്കുന്നു. ചതുർബാഹു, ഇവിടെ 4 എന്ന് പറയുമ്പോൾ 4 ദിക്കുകൾ എന്ന് സ്മരിക്കാം. അങ്ങനെ പ്രപഞ്ചമെങ്ങും അമ്മയുടെ ശക്തി സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നു. 4 എന്ന് പറയുമ്പോൾ 4 ദിക്കുകളെ സ്മരിക്കുന്നത് പോലെ തന്നെ 4 തൂണുകൾ, 4 യുഗങ്ങൾ, 4 പുരുഷാർത്ഥങ്ങൾ, 4 വേദങ്ങൾ ഇങ്ങനെയൊക്കെ ഗ്രഹിക്കാവുന്നതാണ്. 4 ഉൽപ്പത്തികൾ എന്ന് പറയും. അങ്ങനെയുള്ള മഹാചൈതന്യമൂർത്തിക്ക് നമസ്കാരം. ചതുർബാഹു സമന്വിതായൈ നമ. അടുത്ത നാമം രാഗസ്വരൂപപാഷാഢ്യ. രാഗസ്വരൂപപാഷാഢ്യ, ആശകളുടെ രൂപമാകുന്ന കയർ. പാശം എന്ന് പറഞ്ഞാൽ കയർ. അത് ആശകൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ. പ്രപഞ്ചത്തിൻ്റെ വസ്തുക്കളെ, വിവിധങ്ങളായ വസ്തുക്കളെ അന്വേഷിച്ചു പോകുന്നു നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഓരോന്നും. ഈ പഞ്ചേന്ദ്രിയങ്ങളും പുറമേക്ക് വിഷയസുഖം തേടി പോവുകയാണ്, വിഷയങ്ങളിൽ ഭ്രമിച്ചുകൊണ്ട് പോവുകയാണ്. അത് പൂർവജന്മ വാസനയനുസരിച്ചിട്ടാണ് ആ യാത്ര. രാഗം എന്നാൽ ഇച്ഛാശക്തി എന്നുകൂടി മനസ്സിലാക്കാം. അതിന് അവസാനമില്ല. അനിയന്ത്രിതമാണ് മനസ്സിൻ്റെ ആശകൾ, ഇച്ഛകൾ, കാമം, ആഗ്രഹം എന്നിവ ധർമ്മവിരുദ്ധമല്ല എങ്കിൽ ദേവി അത് തീർച്ചയായും നിറവേറ്റിത്തരുന്നതാണ്. അമ്മ
ആ മക്കളുടെ കൂടെ നിൽക്കുക തന്നെ ചെയ്യും. പക്ഷേ അത് അധർമ്മത്തിൽ ആണ് ചരിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അമ്മയുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്. സ്വരൂപ പാഷാഢ്യ എന്ന് പറയുന്നത് പോലെ തന്നെ അടുത്ത നാമത്തിൽ നമുക്ക് കാണാം അങ്കുശം പിടിച്ചിരിക്കുന്ന ദേവി. രാഗമാകുന്ന പാശത്താൽ ഭക്തന്മാർക്ക് ഉപാസനയെ നടത്തിക്കൊടുക്കുന്നതും ദേവിയാണ്. പാശം, അങ്കുശം, ഇക്ഷുദണ്ഡം, അതാണ് കരിമ്പുവില്ല്. അമ്പുകൾ, അത് പുഷ്പബാണങ്ങൾ. അങ്ങനെ പഞ്ചതന്മാത്രകളായ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ഇങ്ങനെയുള്ള പുഷ്പബാണങ്ങളും ധരിച്ചുകൊണ്ട് അമ്മ വിരാജിക്കുകയാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവനും ഒന്നാക്കി നിർത്തുന്നത് അമ്മയുടെ കാരുണ്യമാകുന്ന പാശത്താലാണ്. അമ്മയുടെ പ്രേമ പാശത്താലാണ് എല്ലാ ജീവജാലങ്ങളെയും പരസ്പരം ആകർഷിപ്പിച്ചുകൊണ്ട് ഒരു സമരസതയോടുകൂടി ആനന്ദത്തിലേക്ക് നയിക്കുന്നത് അമ്മയുടെ കാരുണ്യമാണ്. അത് രാഗമാണ്. പക്ഷെ ഒപ്പം തന്നെ അമ്മ ആയുധമേന്തിയിട്ടുണ്ട്. അധർമ്മചാരികൾ ആവരുത്. ഓം രാഗസ്വരൂപ പാശാഢ്യായൈ നമഃ. അടുത്ത നാമം 9, ക്രോധാകാരാങ്കുശോജ്വല. ദ്വേഷസ്വരൂപമായ തോട്ടി ധരിച്ച് ശോഭിക്കുന്നവൾ. ദ്വേഷസ്വരൂപം. അപ്പോൾ അധർമ്മത്തിന് എതിരായിട്ട് അമ്മ ഏതു രൂപവും ഭാവവും കൈക്കൊള്ളും. അങ്കുശം എന്ന് പറഞ്ഞാൽ ആനത്തോട്ടി. ആനയെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ആയുധമാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് തോട്ടി എന്ന് പറയുമ്പോൾ അത് ജ്ഞാനമാണ്. പാശം രാഗമാണ്, കാമമാണ്, പുറത്തേക്ക് ചരിക്കാനുള്ള വാസനയാണ്, ഇന്ദ്രിയസുഖം തേടലാണ്. അത് പാശമാണ്. അത് ലോകത്തിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. അമ്മ തന്നെ ഉണർത്തുന്ന ഭാവമാണ്. എങ്കിലും പരിധി വിട്ടാൽ തീർച്ചയായും അമ്മയുടെ കയ്യിൽ ആയുധമുണ്ട്, അങ്കുശമുണ്ട്. ക്രോധം നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ഷഡൂർമികളായിട്ടുള്ള കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യം തുടങ്ങിയ ഷഡൂർമികളെയും നിയന്ത്രിക്കാൻ അമ്മ ആയുധപ്രയോഗം നടത്തും. ക്രോധത്തെ തീർച്ചയായും അങ്കുശം കൊണ്ട്, ജ്ഞാനമാകുന്ന അങ്കുശം കൊണ്ട് അടക്കി നിർത്തുക തന്നെ വേണം. നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് അമ്മ വേണ്ട പോലെ നിർവഹിക്കുന്നതാണ്. അമ്മയുടെ കാരുണ്യത്തിന് വേണ്ടി പരിശ്രമിച്ച് അമ്മയുടെ ഇച്ഛയ്ക്കനുസരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. കാരുണ്യമൂർത്തിയായ അമ്മയുടെ മക്കൾ അതാണ് അനുവർത്തിക്കേണ്ടത്. രാഗം ആളുകളെ അടുപ്പിക്കുമ്പോൾ ദ്വേഷം പരസ്പരം അകറ്റുകയാണ് ചെയ്യുന്നത്. ദേവിയുടെ കയ്യിൽ കരിമ്പ് രൂപത്തിലുള്ള വില്ലാണ്. വില്ല് മനസ്സാണ്. ഈ രാഗം എന്ന പാശം കൊണ്ട് എല്ലാവരെയും ബന്ധിപ്പിച്ചു നിർത്തുന്നു, അമ്മയിലേക്കും ബന്ധിപ്പിച്ചു നിർത്തുന്നു. ഒപ്പം തന്നെ തോട്ടി ജ്ഞാനം ഉപയോഗിച്ച് നിയന്ത്രണവും ചെയ്യുന്നു. പാശം ഇച്ഛാശക്തിയും അങ്കുശം ജ്ഞാനശക്തിയുമാണ്. വില്ലും അമ്പുകളും ക്രിയാശക്തിയുമാണ് എന്ന്
യോഗിനി ഹൃദയം എന്ന ഗ്രന്ഥത്തിൽ പ്രസ്താവിക്കുന്നുണ്ട്. ധർമ്മത്തിന് വിരുദ്ധമായ കാമം ദ്രോഹം ചെയ്യുന്നു. എന്നാൽ ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത കാമങ്ങൾ ദേവി ഒപ്പം തന്നെ നിന്ന് നടത്തിത്തരും എന്ന് എപ്പോഴും ഓർമ്മിപ്പിക്കുകയാണ്. ക്രോധത്തെ ജ്ഞാനമാകുന്ന അങ്കുശം കൊണ്ട് അടക്കി നിർത്തുക